ഒരിക്കൽ മഹാദേവനെ ദർശിക്കാനായി വിഷ്ണു ഭഗവാൻ ഗരുഡനോടൊപ്പം കൈലാസത്തിലേക്ക് എഴുന്നള്ളി. നാം മഹാദേവനെ ദർശിച്ചു വരുന്നതുവരെ കൈലാസ കവാടത്തിൽ കാത്തു നിന്നാലും ഗരുഡ. ആജ്ഞ പോലെ പ്രഭോ. പ്രണാമം യമരാജൻ. പ്രണാമം ഗരുഡ. എന്തിനായിരിക്കാം യമരാജൻ ആ കാകനെ പ്രത്യേകം ശ്രദ്ധിച്ചത്? ഒരുപക്ഷേ കാകന്റെ പ്രാണൻ തിരിച്ചു വന്ന ശേഷം അപഹരിക്കാനായിരിക്കാം അദ്ദേഹത്തിൻ്റെ തീരുമാനം. ഈ പാവം പക്ഷിയെ മരണത്തിൽ നിന്നും രക്ഷിച്ചേ മതിയാവൂ. അല്പനേരം കഴിഞ്ഞതും യമരാജൻ കൈലാസ കവാടത്തിൽ തിരികെ എത്തി. കാകനെയാണ് തേടുന്നതെങ്കിൽ അങ്ങേക്കിനി ഒരിക്കലും അവനെ കിട്ടില്ല ദേവാ. 7 മലകൾക്കും 7 കടലുകൾക്കും അപ്പുറത്തുള്ള ഒരു മലയിലെ പൊത്തിലാണ് ഞാൻ അവനെ സൂക്ഷിച്ചിട്ടുള്ളത്. അവിടെ ചെന്നവൻ്റെ പ്രാണനപഹരിക്കാൻ ഇനി അങ്ങേക്കാവില്ല. മരണം എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച് സംഭവിക്കണമെന്നത് ഓരോ ജീവന്റെയും പിറവിക്കൊപ്പം തന്നെ വിധിക്കപ്പെട്ടതാണ് ഗരുഡ. ആ വിധി മാറ്റാൻ ആരാലും സാധ്യമല്ല. 7 മലകൾക്കും 7 കടലുകൾക്കും അപ്പുറം മരണദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കാം എന്ന് കരുതി നീ കാകനെ എത്തിച്ച പുത്തിൽ നീ പോലും അറിയാതെ പോയ ഒരാപത്തൊളിഞ്ഞിരിപ്പുണ്ട്. ഒരു വിഷസർപ്പം. കൈലാസ കവാടത്തിലിരുന്ന വൃദ്ധനും അവശനുമായ ആ കാകനെ നാം ശ്രദ്ധിച്ചതിൻ്റെ കാരണവും അതാണ്. ഇന്നേ ദിവസം 7 മലകൾക്കും കടലുകൾക്കും അപ്പുറത്തുള്ള പൊത്തിൽ വസിക്കുന്ന മിഷനാഴത്തിൻ്റെ ദംശനമേറ്റാണ് ആ പക്ഷി മരിക്കേണ്ടത്. ഇത്രയും അവശനായ ആ കാകൻ എങ്ങനെയാണ് ഈ ദൂരം അത്രയും താണ്ടി
ഈ നേരത്തിനുള്ളിൽ അവിടെ എത്തുക എന്നാണ് മാം ശങ്കിച്ചത്. പ്രഭു, വിഷമിക്കേണ്ട ഗിരുധ, ആ പക്ഷിയുടെ ആയുസ് അവസാനിക്കാൻ സമയമായി. അതിന് നീ ഒരു നിമിത്തമായെന്ന് മാത്രം. മൃത്യു എന്ന പ്രപഞ്ച സത്യത്തെ മടക്കി അയക്കാനോ ഗതി മാറ്റിവിടാനോ അനന്തമായ ശക്തി കുടികൊള്ളുന്ന നിനക്ക് പോലും സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയാകും. ശുഭമസ്തു. സാധാരണമായ കാര്യങ്ങളിലൂടെയും വിധി ധർമ്മം നടപ്പിലാക്കുന്നു എന്നും അതിന് മാരക പരിവേഷമുള്ള കാര്യങ്ങൾ തന്നെ വേണമെന്നില്ല എന്നും ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. ധർമ്മം എന്നത് മനുഷ്യർ പാലിക്കേണ്ട നീതിയാണെങ്കിൽ ഋതം എന്നത് പ്രപഞ്ചം സ്വയം പാലിക്കുന്ന നീതിയാണ്. ഗരുഡൻ എത്ര ശക്തനാണെങ്കിലും പ്രകൃതിയുടെ ഈ വലിയ നിയമത്തിന് വിധേയനാണ് എന്നു സാരം. ഈ കഥയിൽ യമരാജൻ പ്രപഞ്ചനീതിയും ഒഴിവാക്കാനാവാത്ത വിധിയും ധാർമ്മിക തുലനാവസ്ഥയുമാകുന്നു. ഗരുഡൻ കരുത്തും അഹംഭാവവും വേഗതയുമാണ്. കാക്കയാവട്ടെ ഇഹ പരലോകങ്ങൾക്കിടയിലെ സന്ദേശവാഹകനും വിനയം, പിതൃക്കൾ, അദൃശ്യമായ സത്യങ്ങൾ എന്നിവയുടെ പ്രതീകവുമാണ്.